അങ്ങനെയുണ്ടല്ലോ ചിലര് നബിദിനത്തിന്റെ അന്ന് ചോറ് കൊടുക്കണ്ട, നമുക്ക് അരി കൊടുക്കാന്ന് പറഞ്ഞ ചിലരില്ലേ? കേട്ടു നോക്കിയാൽ നല്ല ആശയല്ലേ? കാരണം ഓരോരുത്തരുടെ വീട്ടിൽ ആവശ്യമുള്ള വേണേ 10 രൂപ ചൂടാലോ അരി കിട്ടിയാൽ അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്. 12-ന് ചോറ് വെച്ച് കൊടുത്തു എന്ന ഒരു ഫضل എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. 12-ന് വെച്ച് കൊടുത്താലും 13-ന് വെച്ച് കൊടുത്താലും കണക്കിന്. അങ്ങനെ നമ്മൾ ശറഅ് പറയാത്ത പ്രത്യേകത ദിവസത്തിന് കൽപ്പിക്കരുത്. ശറഅ് പ്രത്യേകത കൽപ്പിച്ച ദിവസത്തിന് ആ കൃത്യല്ലേ. ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലം മുതൽ സഹാബത്ത്, താബീങ്ങൾ, ഫുഖഹാ, ഉലമാ, ആയിരക്കണക്കിന് വലിയ വലിയ ആൾക്കാരുടെ സേവനം കൊണ്ട് സമ്പന്നമല്ലേ ഇത്? ഓരൊക്കെ എഴുതി വെച്ചിട്ടില്ല. അത് നമ്മൾ ഇഷ്കിന്റെ ആൾക്കാരായിട്ട് ഇല്ലാത്ത വെറുതെ എന്ത് ചെയ്യരുത്. നമ്മുടെ മുൻഗാമികളും സാലിഹീങ്ങളൊക്കെ നമ്മളെക്കാൾ മഹത്വമുള്ളവരും നമ്മളെക്കാൾ ഇഷ്ടമുള്ളവരൊക്കെയാണ് അവര്. നമ്മളിങ്ങനെ ഇല്ലാത്തത് ഓവർ വിചാരിച്ചാൽ വിദേഹത്താണത്. ഇല്ലാത്ത പുണ്യങ്ങൾ ദിവസത്തെ കുറിച്ച് വിചാരിക്കുക. നമ്മളെ മുൻഗാമികളൊക്കെ ഇല്ലേ, ഇബ്നു ഹജർ തങ്ങളും ഓലൊക്കെ മഹബത്ത് വെച്ചിട്ടില്ലേ? ഓലൊക്കെ റബീഉൽ അവ്വൽ 12 തലേ ദിവസം ഉറക്കു വയ്ക്കണമെന്ന് നാവിലൊക്കെ ആ മഹബത്ത് കൊണ്ട് എഴുതി വെച്ചാൽ പോരണ. ഓലാരും എഴുതി വെച്ചില്ലല്ലോ ആ മഹബത്തുണ്ട്. മഹബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച ദീന്, അത് ദീനിന്റെ നിയമങ്ങൾ, അതിന്റെ വിശ്വാസങ്ങൾ, അതിലൊന്നും കളങ്കം ചാർത്തിയിട്ടുള്ള ഒരു മഹബത്തൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് എവിടെ പാസ്സാക്കണമെന്നറിയോ? ആ പറയുന്നവരത് പാസ്സാക്കേണ്ടത് എവിടെയാണെന്നറിയോ? അയാളെ മകന്റെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കണം, ബിരിയാണി കൊടുക്കരുത്.